BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് കണക്കുകൾ പുറത്തുവിട്ടതോടെ ആത്മവിശ്വാസം വർദ്ധിച്ചിരിക്കുകയാണ് UDF-ന്. നിലവിലെ UDF-ന്റെ കണക്കുകൂട്ടൽ പ്രകാരം തിരഞ്ഞെടുപ്പിൽ LDF-ന് പ്രതീക്ഷ അർപ്പിക്കുന്ന പല മണ്ഡലങ്ങളിലും UDF-ന് മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ജില്ലാ ഘടകങ്ങളുടെ പ്രാഥമിക കണക്കെടുപ്പിൽ UDF ഉറപ്പായും 80 സീറ്റിന് മുകളിലെത്തുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കൂടാതെ ആശങ്കയുള്ള ആലപ്പുഴയിലും തൃശൂരും പാലക്കാടും UDF-ന് അനുകൂല തരംഗമുണ്ടായാൽ സീറ്റുകളുടെ എണ്ണം കൂടുമെന്നും പാർട്ടി കണക്കുകൂട്ടുന്നുണ്ട്. മന്ത്രിമാരായ റോഷി അഗസ്റ്റിൻ, വീണ ജോർജ്, MP രാജേഷ് എന്നിവർ ജയിക്കുമെന്ന CPM-ന്റെ വിലയിരുത്തലിൽ മൂവരും തോൽക്കുമെന്നാണ് UDF കണക്കുകൂട്ടുന്നത്. തെക്കൻ കേരളം മുതൽ മലബാർ വരെ UDF തരംഗം പ്രകടമാണെന്നാണ് ജില്ലാ ഘടകങ്ങളുടെ വിലയിരുത്തൽ. കൂടാതെ തലസ്ഥാന മണ്ഡലങ്ങളിൽ കോവളം നിലനിർത്തുന്നതിനൊപ്പം വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, നെയ്യാറ്റിൻകര, അരുവിക്കര മണ്ഡലങ്ങളിൽ UDF ഉറച്ച വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം ശക്തമായ ത്രികോണ മത്സരം നടന്ന കാട്ടാക്കടയിൽ നേരിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നും പ്രതീക്ഷയേറെയാണ്. BJPക്ക് ശക്തമായ സ്വാധീനമുള്ള നേമത്തും കഴക്കൂട്ടത്തും അട്ടിമറി വിജയം നേടാനാകുമെന്നാണ് സ്ഥാനാർത്ഥികളായ KS ശബരിനാഥനും T ശരത് ചന്ദ്ര പ്രസാദും മുന്നോട്ട് വെക്കുന്ന കണക്കുകൾ. എന്നാൽ BJPയെ അകറ്റി നിർത്താൻ ന്യൂനപക്ഷ വോട്ടുകൾ ഒന്നായി LDF-ന്റെ പക്ഷത്ത് നിന്ന പോലെ ഇത്തവണയും അതേ സാഹചര്യം ആവർത്തിക്കുമെന്നാണ് ഇടതുപക്ഷത്തിന്റെ വാദം. SDPIക്ക് സ്വാധീനമുള്ള വോട്ടുകൾ LDF-നൊപ്പം നിർത്തുന്നതിലൂടെ ന്യൂനപക്ഷ പിന്തുണ ഉറപ്പാക്കാനായെന്നും ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ന്യൂനപക്ഷ വോട്ടുകൾ ഇക്കുറി ചിതറിയെന്നും അത് തങ്ങൾക്ക് അനുകൂലമാണെന്നും BJPയും അവകാശവാദം ഉയർത്തുന്നുണ്ട്. എന്നാൽ ഇരു മുന്നണികളുടെയും വാദം തള്ളുകയാണ് കോൺഗ്രസ്. കൂടാതെ രാജീവിന് BJPക്കുള്ളിൽ തന്നെ പൂർണ്ണ സ്വീകാര്യതയില്ലെന്നും പാർട്ടിയുടെ ഉറച്ച വോട്ടുകൾ മുഴുവനായി അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ലെന്നും കോൺഗ്രസ് വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം കൊല്ലത്ത് കുണ്ടറ, കരുനാഗപ്പള്ളി നിലനിർത്തുന്നതിനൊപ്പം കൊല്ലം, ചവറ, കുന്നത്തൂർ എന്നിവ പിടിച്ചെടുക്കുമെന്ന് UDF-ന് ആത്മവിശ്വാസമുണ്ട്. എന്നാൽ കൊട്ടാരക്കര, പത്തനാപുരം മണ്ഡലങ്ങളിൽ കടുത്ത മത്സരമായതിനാൽ ഒരു 50-50 ചാൻസ് ആണ് ഇവിടെ കാണുന്നത്. അതേസമയം കൊല്ലം ജില്ലയിൽ 7 മുതൽ 9 മണ്ഡലങ്ങളിൽ വരെ വിജയ സാധ്യത ഉറപ്പിച്ചിരിക്കുകയാണ് CPM ജില്ലാ സെക്രട്ടേറിയറ്റ്. കൊല്ലം മണ്ഡലത്തിൽ 3000-നും 5000-നും ഇടയിൽ ഭൂരിപക്ഷത്തിൽ ജയമുണ്ടാകുമെന്നാണ് ഇവർ ഉറപ്പിക്കുന്നത്. നിലവിൽ പത്തനംതിട്ട ജില്ലയിൽ കോന്നി ഒഴികെ എല്ലാ മണ്ഡലങ്ങളിലും UDF-ന് ഉറച്ച വിജയ പ്രതീക്ഷയാണ് പുലർത്തുന്നത്. മുന്നണിയുടെ കണക്കുകൂട്ടലിൽ മന്ത്രി വീണ ജോർജിന്റെ പരാജയം സുനിശ്ചിതമാണ്. കൂടാതെ ഇടുക്കി ജില്ലയിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കണ്ട മുന്നേറ്റം നിയമസഭയിലും ആവർത്തിക്കുമെന്നാണ് വിലയിരുത്തൽ. മന്ത്രി റോഷി അഗസ്റ്റിൻ പരാജയപ്പെടുമെന്നും ഇവർ കണക്കുകൂട്ടുന്നുണ്ട്. ദേവികുളത്ത് CPM വിട്ട് BJPയിൽ ചേർന്ന S രാജേന്ദ്രൻ ഇടത് വോട്ടുകൾ അടർത്തിയെടുത്താൽ ജയം നേടുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ ആലപ്പുഴയിൽ ഇടത് വിമതനായി മത്സരിച്ച G സുധാകരൻ അമ്പലപ്പുഴയിൽ അട്ടിമറി വിജയം നേടുമെന്നതാണ് ശ്രദ്ധേയമായ വിലയിരുത്തൽ. ഇക്കാര്യത്തിൽ ഇടതുപക്ഷത്തിനും ചെറിയ രീതിയിൽ ആശങ്കയുണ്ട്. ഹരിപ്പാട് രമേശ് ചെന്നിത്തലയിലൂടെ മണ്ഡലം നിലനിർത്തുന്നതായിരിക്കുമെന്നാണ് നിഗമനം. അരൂർ, കുട്ടനാടും ഉറച്ച വിജയ പ്രതീക്ഷയാണുള്ളത്. എറണാകുളത്ത് കളമശ്ശേരി ഒഴികെയുള്ള 13 സീറ്റുകളിലും വിജയം ഉറപ്പാണെന്നാണ് ജില്ലാ UDF നേതൃത്വത്തിന്റെ നിഗമനം. നിലവിലെ UDF വിലയിരുത്തലിൽ വടക്കൻ കേരളത്തിൽ മന്ത്രിമാർക്ക് പരാജയ ഭീഷണിയുണ്ട്. പാലക്കാട് തൃത്താലയിൽ മന്ത്രി MP രാജേഷ് പരാജയപ്പെടുമെന്നാണ് UDF കണക്കുകൾ. പാലക്കാട് രമേശ് പിഷാരടിയുടെ ഭൂരിപക്ഷം 10,000-ലധികമാവാം. വയനാട് മാനന്തവാടിയിൽ മന്ത്രി OR കേളുവിനെ പരാജയപ്പെടും. ജില്ലയിലെ 3 സീറ്റുകളും UDF പിടിച്ചെടുക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. മലപ്പുറം ജില്ലയിൽ സമ്പൂർണ്ണ വിജയം നേടുമെന്നാണ് UDF-ന്റെ വിലയിരുത്തൽ. അതോടൊപ്പം കണ്ണൂരിൽ പേരാവൂരും ഇരിക്കൂറും നിലനിർത്തുന്നതിനൊപ്പം കണ്ണൂർ മണ്ഡലം പിടിച്ചെടുക്കുമെന്നാണ് പ്രതീക്ഷ. അഴീക്കോടും കൂത്തുപറമ്പിലും പ്രവചനാതീതമാണെന്നാണ് വിവരം. കാസർഗോഡ് ജില്ലയിൽ മഞ്ചേശ്വരം, കാസർഗോഡ്, തൃക്കരിപ്പൂർ മണ്ഡലങ്ങളിൽ ഉറച്ച വിജയ പ്രതീക്ഷയാണ് ഇവർക്കുള്ളത്. ശക്തമായ മത്സരം നടക്കുന്ന ഉദുമയിലും ജയസാധ്യതയുണ്ടെന്നാണ് UDF-ന്റെ നിഗമനം. ശക്തമായ മത്സരം നടന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഓരോ മുന്നണികൾക്കും വലിയ പ്രതീക്ഷകളാണുള്ളത്. UDF-ലാണെങ്കിലോ പ്രതീക്ഷ ഒട്ടും കുറവല്ല. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി.